അപ്പൊ ചേച്ചി ശ്രീലക്ഷ്മിയുടെ ഒരു ഒരു ശ്രീലക്ഷ്മി നന്നായിട്ട് വയലിൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാം. പാവം. അപ്പൊ നന്നായിട്ട് വയലിൻ വായിക്കുന്ന രണ്ട് മിടുക്കി കുട്ടികൾ ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് വന്നിട്ടുണ്ട്. രണ്ടുപേരെയും റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. സോ ലെറ്റ്സ് വെൽക്കം ഗംഗ ആൻഡ് പാർവതി. അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. രണ്ട് സിസ്റ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല മിടുക്കികളായിട്ടും സുന്ദരികളായിട്ടും വന്നിട്ടുണ്ട്. കസിൻ സിസ്റ്റേഴ്സ് ആണ്. പേരുകൾ പറയൂ. ഗംഗ, ഇതാണ് ഗംഗ. ഞാൻ വിചാരിച്ചു ഇതാണ് ഗംഗ. അപ്പൊ ഇത് ഗംഗ, ഇത് പാർവതി. പാർവതി ഏത് ക്ലാസ്സിലാ? ഞാൻ 8ൽ പഠിക്കുന്നു. 8ൽ പഠിക്കുന്നു. 4ാം ക്ലാസ്സിൽ. 4ൽ പഠിക്കുന്നു. അപ്പൊ നിങ്ങൾ കസിൻ സിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ എപ്പോഴും ഒരുമിച്ചാണോ ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ? അടുത്താണോ വീടുകള്? അല്ല, വീട് അടുത്തല്ല, പക്ഷെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. വേറെ സ്ഥലത്തായിട്ട് എങ്ങനെയാണ് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്? വീഡിയോ കോൾ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഒരുമിച്ച്. വീഡിയോ കോൾ ഒക്കെ വിളിച്ചിട്ട്. പക്ഷെ നല്ല പ്രാക്ടീസ് ചെയ്യുന്ന മിടുക്കികളാണ്. ഇനി പറയൂ, ഈ വയലിൻ നിങ്ങൾക്ക് പഠിക്കാൻ കാരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ? ചേച്ചിക്ക് അറിയായിരിക്കും, ശ്രീലക്ഷ്മി അത് പഠിക്കുന്നുണ്ട് തന്നെ. അപ്പോ ഇത്ര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ചൂസ് ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? പറ. ബാലഭാസ്കർ മരിച്ചതിന്റെ ശേഷം വയലിൻ പാട്ട് അമ്മ കേൾപ്പിച്ചു തരും. അപ്പൊ എനിക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ്. ഓ, അങ്ങനെ. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ കേട്ടതിന് ശേഷമാണ് വയലിൻ പഠിക്കണം എന്നൊരു ആഗ്രഹം വന്നത് അല്ലേ? അപ്പൊ ഒരു ബാലഭാസ്കർ ഫാനും കൂടിയാണ് ഗംഗ. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ പാട്ടൊക്കെ പഠിച്ചിരുന്നോ? ഞാൻ പാട്ട് പഠിച്ചു. ഗംഗ പാട്ട് പഠിച്ചിട്ടുണ്ട്. പാർവതി പഠിച്ചിട്ടൊന്നുമില്ല. നേരെ വയലിനിലേക്കാണ് ജോയിൻ ചെയ്തത് അല്ലേ? അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഗംഗ ഏതൊക്കെയോ സ്കൂളിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഓ, അപ്പൊ ഓൾറെഡി സെലിബ്രിറ്റി ആണ്. അതിന്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല. എവിടെയാണ് പോയത്? അത് അമൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. അവിടെ എന്താണ് ഈ ഗസ്റ്റ് ആയിട്ട് പോകാനുള്ള റീസൺ എന്താണ്? പ്രവേശനോത്സവമായിരുന്നു. ആ സ്കൂളിലെ പ്രവേശനോത്സവം. അപ്പൊ അവിടെ ഗംഗ എന്ത് ചെയ്തു? വയലിൻ വായിക്കാൻ. ഓക്കെ. അവിടുത്തെ പ്രവേശനോത്സവത്തിന് ഗംഗയുടെ വക ഒരു വയലിൻ എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയിട്ട് അവര് വെച്ചു. പാർവതി പറയൂ, പാർവതിയുടെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയൂ. പഠിത്തത്തിൽ എങ്ങനെയാണ് പാർവതി? പഠിച്ച് ഏതെങ്കിലും ജോലി അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, നടക്കോന്നറിയില്ല. ചേച്ചിക്ക് എന്ത് തോന്നുന്നു ഇവരുടെ ഈ ഒരു കരിയർ ഇവർ ഈ വയലിനിൽ ചൂസ് ചെയ്യുന്നത് നല്ലൊരു ഡിസിഷൻ ആയിരിക്കില്ല? എന്തെന്ന് പറഞ്ഞാൽ വയലിന് വന്നിട്ട് ഈ ബ്രെയിൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണ ഒരു പവർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ബേസിക്കലി അവർക്ക് കിട്ടിയത് കാരണം അപ്പം കുറച്ച് ഈസി അല്ലേ അവർക്ക്, മറ്റുള്ളവരെ കാട്ടി എല്ലാവർക്കും കിട്ടില്ല. പിന്നെ ഓൾറെഡി ഇത്ര ചെറുപ്പത്തില് എത്ര വർഷം എടുക്കും അത് പഠിച്ചു വരാൻ. ഇത്രയും ചെറുപ്പത്തിൽ വരുന്നത് തന്നെ എത്ര ടാലന്റഡ് ആയിട്ടുള്ളതാണ്. ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വേറെ ഇവിടെ വന്ന് നിങ്ങള് ആരെന്ന് അറിയിക്കാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടിയില്ലേ? ഇവരുടെ ഫസ്റ്റ് ടെലിവിഷൻ ഷോ ആണ് അല്ലേ? ഓ, വെരി ഗുഡ്. സൂപ്പർ. അപ്പൊ നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര് പറയൂ. എന്റെ പേര് കൃഷ്ണവേണി. കൃഷ്ണവേണി ആരുടെ? ഗംഗയുടെ അമ്മയാണ്. ഗംഗയുടെ അമ്മയാണ്. ശരി, കൃഷ്ണവേണി. അപ്പൊ ചേച്ചി പാട്ട് പഠിക്കുന്നുണ്ടോ? ഞാൻ പാട്ട്. അതെ, ആ പേരിലും ആ ഒരു ശബ്ദത്തിലൊക്കെ അങ്ങനെ തോന്നി. അപ്പൊ കുഞ്ഞിലെ മുതൽ പാട്ട് പഠിക്കുന്നു? ഉണ്ട്. ഞാനൊരു 7 വയസ്സ് തൊട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച്. അപ്പൊ ചേച്ചി എന്തായാലും പാട്ടൊക്കെ പാടുന്ന ഒരാളാണ്. ഏതെങ്കിലും ഒരു 2 വരി പാട്ട് നമുക്ക് വേണ്ടി, ചുമ്മാ ഒരു 2 വരി പാട്ടാവാം. ക്ലാസിക്കൽ ആണെങ്കിൽ ക്ലാസിക്കൽ, സിനിമാ പാട്ടാണെങ്കിൽ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഒരു അവസരത്തിൽ നമുക്ക് റെഡ് കാർപ്പറ്റിന്റെ ഈ വേദിയിൽ തന്നെ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇത് ചേട്ടൻ, ഗംഗയുടെ ചേട്ടനാണ്. ചേട്ടന്റെ പേര്? മഹേശ്വർ. മഹേശ്വർ. വാ,
ഒരു എന്താ പറയാ ഭയങ്കര ഒരു എടുപ്പുള്ള ഒരു പേരാണ് ഗംഗ ആൻഡ് മഹേശ്വർ. ശരി, മഹേശ്വർ എങ്ങനെയാണ്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഇപ്പൊ 10th പഠിക്കുന്നു. വയലിൻ, പാട്ട് എന്താണ്? ഞാൻ അങ്ങനെയൊന്നുമില്ല, കീബോർഡ് പഠിച്ചിരുന്നു. കീബോർഡ് പഠിച്ചിരുന്നു, ഇപ്പൊ നിർത്തിയോ? ഇപ്പൊ നിർത്തി. 10th ആയതുകൊണ്ട്. 10th ആയതുകൊണ്ട്. പക്ഷെ 10th കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യില്ലേ? ചെയ്യും. ആ, ശരി. മഹേശ്വർ അപ്പൊ പഠിച്ച് ആരാവാൻ ആഗ്രഹം? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പൊ ഒരു കീബോർഡ് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ തല പെരിക്കും. ശരി, അപ്പൊ ഗംഗക്കുട്ടി ആൻഡ് പാർവതിക്കുട്ടിയുടെ പാട്ടുകളൊക്കെ ഇഷ്ടമാണോ? ചേട്ടൻ എന്ന രീതിയിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അടിപൊളിയാണ്. അടിപൊളിയാ. അപ്പൊ കുഴപ്പമില്ല, അവര് മഹേശ്വർ ഓക്കെ പറഞ്ഞിരിക്കും. ഇനി ഇതാരാണ്? ഗംഗയുടെ അച്ഛനാണ്. ഓക്കെ, ശരി. അച്ഛൻ പേര് പറയൂ ചേട്ടാ. ശശിധർ. ശശി ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ദുബായിലാണ്. അപ്പൊ ഇപ്പൊ ലീവില് വന്നിരിക്കുകയാണോ? ലീവിൽ വന്നിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിന് വേണ്ടി. ഓ, പ്രോഗ്രാമിന് വേണ്ടി ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്. ഗ്രേറ്റ്. അപ്പോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഗംഗയ്ക്കുണ്ട്. ആൻഡ് പാർവതിയുടെ ഫാമിലി എവിടെയാണ്? നാട്ടിൽ തന്നെയുണ്ടോ അതോ പുറത്താണോ? നാട്ടിലാണ്. ശരി, അപ്പൊ അവർക്കും അവരെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചില്ല, അവർക്കും ഒരു കൈയടി നമ്മൾ നൽകുകയാണ്.